This is my first time making a video like this because I am living in India. ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും കോൺസിക്വൻസസ് ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഐ വാണ്ട് ടു സേ സംതിങ് അബൌട്ട് ദ പ്രൊട്ടസ്റ്റ്. സോനം സർ എന്ന് പറഞ്ഞ ആള് നമ്മുടെ സ്റ്റുഡൻസിന്റെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ് ആളിങ്ങനെ നിരാഹാരം കെടുക്കുന്നത്. നമ്മുടെ പിള്ളേരെല്ലാവരും പോയിട്ട് പ്രൊട്ടസ്റ്റ് നടത്തുന്നതും നമ്മുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ്. എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഇത്ര പീസ്ഫുൾ ആയിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യുമ്പോൾ ഇവർക്ക് എങ്ങനെയാണ് ഇത്ര ക്രൂവൽ ആയിട്ട് പെരുമാറാൻ പറ്റുന്നത്? സീരിയസ്ലി ആ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് എനിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ഇവർക്ക് എത്രയ്ക്ക് ഇങ്ങനെ ക്രൂവലാവാൻ വേണ്ടി പറ്റുന്നു എന്ന് ഞാൻ ആലോചിക്കണേ. 10-23 ദിവസമായി ഈ ഒരു ഹങ്കർ സ്ട്രൈക്ക് തുടങ്ങിയിട്ട്. എന്നിട്ട് ഇതുവരെ ഒരു റെസ്പോൺസ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നതിന്? നല്ലൊരു സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് ചെയ്യേണ്ട അവസ്ഥ തന്നെ വരുമോ? ജനങ്ങളുടെ കൺസേൺസ് കേൾക്കാനും അവരുടെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ശരിക്കും നമ്മുടെ ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റി. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും എടുത്ത് പഠിച്ച് എക്സാമിന് വേണ്ടി പോകുമ്പോൾ എക്സാം പേപ്പർ ലീക്കായി, ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി എന്നാണ് ഈ പറയുന്നത്. അപ്പൊ എന്തോരം ഡിസപ്പോയിന്റ്മെന്റ് ആ പിള്ളേർക്ക് ഉണ്ടാവും. ഇത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ തന്നെ നടക്കുന്നത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. സ്റ്റുഡൻസിന്റെ ഫ്യൂച്ചർ ഇങ്ങനെ കോംപ്രമൈസ് ചെയ്തത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഞാനിവിടെ ആരെ ഹെയ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല വന്നത്. ജസ്റ്റ് വാണ്ട് സ്റ്റുഡൻസ് വോയിസ് ടു ബി ഹിയർഡ്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ബെറ്റർ ആക്കണം, സ്റ്റുഡൻസിന് ജസ്റ്റിസ് കിട്ടണം, അത്രമാത്രം.